ഇതൊരു പ്രാഥമികമായ വാദം കേൾക്കലിന് ശേഷം നൽകിയിരിക്കുന്ന ഒരു ഇടക്കാല ഉത്തരവ് എന്ന ഒരു ബലം അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാ പ്രശ്നങ്ങൾ അത് വേണ്ട രീതിയിൽ ഉന്നയിക്കപ്പെടുകയും പരിഗണിക്കപ്പെടുകയും ചെയ്യും എന്ന് ഈ പ്രാഥമിക നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കരുതാമോ? ഈ നിരീക്ഷണങ്ങളിൽ പലതും ഒരു പരിധി കടന്ന നിരീക്ഷണങ്ങളാണ് എന്ന് തോന്നുന്നുണ്ടല്ലോ. അല്ല, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും കോടതിയിൽ പോയ ആളുകള് അതിശക്തമായി എല്ലാ വാദങ്ങളും അതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാ പ്രപ്പോസിഷൻസും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലായി പറയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ പലതും പ്രിമാ ഫേസി ഫൈൻഡിങ്ങിലേക്ക് എത്തുന്നതിന് കാര്യമായ അതിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. കാരണം ഇതിന്റെ വാദമൊക്കെ പല സ്റ്റേജിലും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോ ഈ അവിടെ പരിഗണിക്കേണ്ടിയിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വഖഫ് യൂസറിന്റെ പരിഗണിക്കേണ്ടിയിരുന്ന ക്വസ്റ്റ്യൻ ഇതൊക്കെയാണോ, പ്രോസ്പെക്റ്റീവ് ആണോ എന്ന് നോക്കലല്ലോ വേണ്ടത്. ഇതൊക്കെ ചെയ്യാമോ എന്നല്ലേ നോക്കേണ്ടത്. ഇതൊക്കെ ഗവൺമെന്റ് ലാൻഡ് എൻക്രോച്ച് ചെയ്യപ്പെടാൻ ദുരുപയോഗം ചെയ്യുമെന്നാണല്ലോ നോക്കേണ്ടത്. ഇത് പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഹിറ്റ് ചെയ്യുമെന്നല്ലേ നോക്കേണ്ടത്. അത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഹിറ്റ് ചെയ്യുമെന്ന് പറയാൻ ബേസിക്കലി അതിനകത്ത് എന്ത് തർക്കം അതിനകത്തുള്ളത്? ഇനി ഞാൻ ചോദിക്കട്ടെ, എന്ത് തരം പ്രീസിഡൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? പിന്നെ ഈ വഖഫ് ബോർഡില് നോൺ മുസ്ലിംസിന് ആകാമെന്ന് പറയുകയും അതേപോലെ തന്നെ മറ്റിതര കാര്യങ്ങളിൽ ഒരു ബോർഡുകളിലൊക്കെ മറ്റു മതക്കാരെ വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ അവരെ ഉൾപ്പെടുത്തുന്നോ ഒക്കെ തെറ്റല്ലേ? അപ്പൊ അത് ആ വിശ്വാസത്തിന്റെ ഇതിന് വിടണം. നമ്മുടെ രാജ്യത്തിന്റെ ബ്യൂട്ടി അതല്ലേ? ഡൈവേഴ്സിഫൈഡ് സൊസൈറ്റിയിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു നിലപാട് എന്താന്ന് ചോദിച്ചാൽ, ആ സച്ച് കോടതി ഒരു ഉത്തരവ് തന്നു. അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഗവൺമെന്റുകൾ തീരുമാനിക്കേണ്ടത് പൊതുസമൂഹത്തില് എല്ലാ വിഭാഗം ആളുകൾക്കും അവകാശം പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഗവൺമെന്റ് തിരിച്ചറിഞ്ഞിട്ട് തിരുത്തലുകൾ നടത്തണം. പിന്നെ കോടതിയിലെ ഫൈറ്റ് ഒന്നും തീർന്നിട്ടൊന്നുമില്ല. കോടതി ഇപ്പോ പ്രിമാ ഫേസി ഇന്റർഫിയർ ചെയ്തു എന്ന് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നു. പിന്നെ 3C കളക്ടറുടെ കളത്തൊക്കെ എടുത്തു കളഞ്ഞതിന് വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നു. മറ്റ് കൺസേൺസ് എല്ലാം ഞങ്ങൾ ഇനിയും കോടതിയിൽ വരുന്ന സമയത്ത് കോടതിയിൽ അത് റേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ഒരു കൺസേൺ പോലും അഡ്രസ് ചെയ്യാതെ വിടത്തില്ല. അത് മുന്നോട്ട് കോടതിയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഗവൺമെന്റുകൾ കുറച്ചുകൂടി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക്